Welcome to Chemflix. Hi dear students, അപ്പോൾ നമ്മൾ ഇന്ന് DNF ബ്ലോക്ക് എലമെന്റ്സിന്റെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് കുറച്ച് ട്രിക്സ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ ട്രിക്സ് ഒക്കെ നോക്കി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ രണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനെല്ലാം കൂടി നിങ്ങൾ അടുത്ത ഒരു സ്ലൈഡ് പഠിച്ചാൽ മതി. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്, അതും അതിന്റെ റീസൺസും ആണ് ഈ പറയുന്നത്. അപ്പൊ ഒന്നിനെ കമ്പയർ ചെയ്ത് മറ്റേത് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വക, അതായത് ചെറിയ 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 പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്താൽ മതി. ഇതിപ്പോ ഫോർ എക്സാമ്പിൾ ലോ അയനൈസേഷൻ പൊട്ടൻഷ്യൽ ഡ്യൂ ടു പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ, കാറ്റലിറ്റിക് പ്രോപ്പർട്ടീസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽ, അങ്ങനെയുള്ള ചെറിയ ചെറിയ പോയിന്റ്സ് വേണം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പഠിക്കേണ്ടത്. അപ്പൊ മെറ്റാലിക് ക്യാരക്ടർ, എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നത്? ലോ അയനൈസേഷൻ പൊട്ടൻഷ്യൽ, മെറ്റൽസിനെല്ലാം ലോ അയനൈസേഷൻ പൊട്ടൻഷ്യൽ വരും. അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽ ഉണ്ട്. അതുകൊണ്ടാണ് ദേ ആർ മെറ്റാലിക് ഇൻ നേച്ചർ. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, വൈ ഡി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ വൈ ട്രാൻസിഷൻ മെറ്റൽ ഷോസ് മെറ്റാലിക് ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ ഡ്യൂ ടു ലോ അയനൈസേഷൻ പൊട്ടൻഷ്യൽ, ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽ. ഈ രണ്ട് പോയിന്റ് പഠിച്ചാൽ മതി. അടുത്തത് കെമിക്കൽ റിയാക്ടിവിറ്റി. വൈ ദേ ആർ ഷോയിങ് കെമിക്കൽ റിയാക്ടിവിറ്റി? ഡ്യൂ ടു ഇൻക്രീസ് ഇൻ അയനൈസേഷൻ എനർജി. അയനൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്തത് കൊണ്ട്, സബ്ലിമേഷൻ എനർജിയുടെ റീസൺ കൊണ്ട്, ലോ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഓൺ ഗോയിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതും ലോ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണ്. അതൊക്കെ കൊണ്ടാണ് ട്രാൻസിഷൻ മെറ്റൽസിന്റെ കെമിക്കൽ റിയാക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നതിന് കാരണം, കെമിക്കൽ റിയാക്ടിവിറ്റി കുറയുന്നതിന് കാരണം. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നവരും കെമിക്കൽ റിയാക്ടിവിറ്റി കുറയും. നമുക്കറിയാം സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എന്താ, ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 3d10 ആണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d10 വന്നു കഴിഞ്ഞാൽ വി കനോട്ട് കൺസിഡർ ഇറ്റ് ആസ് ട്രാൻസിഷൻ മെറ്റൽ. ട്രാൻസിഷൻ മെറ്റൽ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് പൊസസ് ഡി അതായത് കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലാത്ത ഡി ഓർബിറ്റൽ വേണം. അപ്പൊ ഇവിടെ D10 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫിൽഡ്. D9 വരെയുള്ളതിനാണ് നമ്മൾ ശരിക്കും ട്രാൻസിഷൻ മെറ്റൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സോഫ്റ്റ് മെറ്റൽ ആയിട്ടാണ് നമ്മൾ പറയുന്നത്, സോഫ്റ്റ് മെറ്റൽ. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം അറിയാലോ, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഓക്കെ, ഈ 10 എലമെന്റ്സില് നമ്മൾ സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്നു സങ്കടപ്പെട്ട് എന്നുള്ള കോഡ് വെച്ചിട്ടാണ് ഓർത്തിരിക്കുന്നത്. അവിടെ തന്നെ രണ്ടാമത്തെ ട്രിക്ക് ഞാൻ പറയുവാണ്, നമ്മള് +2 കോൺഫിഗറേഷനിൽ, അതായത് +2 കോൺഫിഗറേഷനിൽ സ്കാൻഡിയം +2 എന്ന് പറയുമ്പം അവിടെ D1 ആയിരിക്കും. ഓക്കെ, D1, D2, D3, D4, D5, D6, D7, D8, D9, D10. ഓക്കെ, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇപ്പൊ D1 മുതൽ D10 വരെ ആയിരിക്കും +2 കോൺഫിഗറേഷൻ. അപ്പൊ നമ്മൾ വിരൽ ഉപയോഗിച്ച് എണ്ണിയാൽ മതി. ഇനി അടുത്തത് അയനൈസേഷൻ എനർജി. Only small variation is observed in ionization potential due to simultaneous increase in nuclear charge as well as screening effect. Screening effect ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ട് തന്നെ അയനൈസേഷൻ പൊട്ടൻഷ്യലിൽ ഒരു ചെറിയ വേരിയേഷൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അടുത്തത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, മാഗ്നറ്റിക് മൊമെന്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുമ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിലെ മാഗ്നറ്റിക് മൊമെന്റ് കൂടും. മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ mu is equal to √n into n+2. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ബോർ മാഗ്നറ്റോൺ ആണ്. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺ ആണ്. ഇനി നോക്കിക്കേ, അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഷോ പാരാമാഗ്നറ്റ്. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമുക്ക് പാരയാ. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഷോ പാരാമാഗ്നറ്റിക് ബിഹേവിയർ. അടുത്തത് കോംപ്ലക്സ് ഫോർമേഷൻ. വൈ ട്രാൻസിഷൻ മെത്തേഡ് ഷോ ലോട്ട്സ് ഓഫ് കോംപ്ലക്സസ്? കാരണം എന്താ, ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് വേക്കന്റ് ഡി ഓർബിറ്റൽ. അപ്പൊ വേക്കന്റ് ഡി ഓർബിറ്റൽ വരുന്ന
റീസൺ ആണ് പഠിച്ചത്. വേക്കൻറ്റ് ഡി ഓർബിറ്റൽ റീസൺസ് ആയിട്ട് വരുന്ന രണ്ട് കാരണം, ഒന്ന് കോംപ്ലക്സ് ഫോർമേഷൻ വേക്കൻറ്റ് ഡി ഓർബിറ്റൽ ആണ്, പിന്നെ മെറ്റാലിക് ക്യാരക്ടറിന് കാരണം വേക്കൻറ്റ് ഡി ഓർബിറ്റൽ ആണ്. ഓക്കെ, ഇനി അടുത്തത് സ്മോൾ സൈസ് ഹൈ ചാർജ് ഡെൻസിറ്റി. മൂന്ന് കാരണങ്ങളാണ് കോംപ്ലക്സ് ഫോർമേഷൻ. കോംപ്ലക്സ് ഫോർമേഷൻ വരാൻ ചാൻസ് ഉണ്ട്, കാരണം നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്, അത് കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് പ്രസൻസ് ഓഫ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽ, സ്മോൾ സൈസ് ആൻഡ് ഹൈ ചാർജ് ഡെൻസിറ്റി ആണ് കോംപ്ലക്സ് ഫോർമേഷന് റീസൺ കാരണം. കാറ്റലിറ്റിക് പ്രോപ്പർട്ടി, അതിന് കാരണം എന്താ, നമുക്ക് ഇവിടെ ഡി ഓർബിറ്റൽസ് ആൻഡ് വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഉണ്ട്. അഗെയിൻ വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഉണ്ട്, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു, പിന്നെ അതുപോലെ തന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു. അതുകൊണ്ടാണ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് കാരണം എന്താ, വേക്കൻറ്റ് ഡി ഓർബിറ്റൽ. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നതിന് റീസൺ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നതിന് റീസൺ വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ആണ്. അപ്പോൾ ഒരു ഡി ഓർബിറ്റലിൽ നിന്ന് മറ്റൊരു ഡി ഓർബിറ്റലിലേക്ക് ജമ്പ് ചെയ്യാനുള്ള, ഇലക്ട്രോൺസിന് ജമ്പ് ചെയ്യാനുള്ള, എക്സൈറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ വേക്കൻറ്റ് ഡി ഓർബിറ്റൽ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് കാരണമാവും. അതുപോലെ തന്നെ കളേർഡ് കോമ്പൗണ്ട്സ് ഇസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. അതിന് പറയുന്ന ട്രാൻസിഷൻ പറയുന്നവരാണ് ഡി ട്രാൻസിഷൻ. നിങ്ങൾക്ക് കളർ റിലേറ്റ് ചെയ്തിട്ട് ഡി ബ്ലോക്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, അതായത് 1 മാർക്ക് ക്വസ്റ്റ്യൻ, അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ് അല്ലെങ്കിൽ ഗീവ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡി ട്രാൻസിഷൻ എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് കൂടാനുള്ള കാരണം അൺപെയർഡ് ഇലക്ട്രോൺ തന്നെയാണ്. പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് അതുകൊണ്ട് എന്ത് ചെയ്യും, കോവലന്റ് ബോൺസ് ഫോം ചെയ്യും. ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് കോവലന്റ് ബോൺസ് ബൈ ഓവർലാപ്പ് ഓഫ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ ആൻഡ് ദേ ഷോ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അപ്പൊ നമ്മൾക്ക് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സിൽ നിന്നാണ് ഈ പറയുന്ന ഗിവ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഈ പറയുന്ന പോയിന്റ്സ് അയനൈസേഷൻ പൊട്ടൻഷ്യൽ, പിന്നെ വേക്കൻറ്റ് ഡി ഓർബിറ്റൽ, പിന്നെ സ്മോൾ സൈസ്, ഇവിടെ പറഞ്ഞല്ലോ സ്മോൾ സൈസ്, ഹൈ ചാർജ് ഡെൻസിറ്റി, പിന്നെ ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്, പിന്നെ കെമിക്കൽ റിയാക്ടിവിറ്റിക്ക് കാരണം ഇൻക്രീസ് ഇൻ അയനൈസേഷൻ എനർജി, സബ്ലിമേഷൻ എനർജി, സോ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, കെമിക്കൽ റിയാക്ടിവിറ്റി ഡിക്രീസസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്തത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റും KMnO4 ആണ്. അതിനകത്ത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത് K2Cr2O7 അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ FeCr2O4 ആണ്. FeCr2O4 എന്ന് പറയുന്നത് ക്രോമൈറ്റ് ഓർ ആണ്. ക്രോമൈറ്റ് അതായത് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു കെമിക്കൽ ഫോമുല, അതായത് ഈ ഒരു ഫോമുല എഴുതാൻ പ്രശ്നമാണെങ്കിൽ പോലും അവിടെ ക്രോമൈറ്റ് ഓർ, സ്പെല്ലിംഗ് തെറ്റരുത്, ക്രോമൈറ്റ്, അതായത് ക്രോമൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഐ ഉള്ളത് കൊണ്ട് നിങ്ങൾ തന്നെ 2 വന്നു എന്ന് പറഞ്ഞാൽ മതി. Cr2O4 കണ്ടോ, Cr2O4, FeCr2O4 ഇതാണ് ക്രോമൈറ്റ് എന്ന് പറയുന്നത്. ക്രോമൈറ്റിൽ ഐ എന്ന് പറയുന്നത് 1 ആയിട്ട് സങ്കല്പിക്കുക. അപ്പൊ Cr2O4 ഉണ്ടെന്ന് വിചാരിക്കാൻ മതി. അപ്പൊ ഇവിടെ നമുക്ക് പിന്നെ പഠിക്കേണ്ട കോഡ് 487 എന്ന് പറയുന്ന കോഡ്, അത് നമ്മുടെ കോയിഫിഷ്യന്റാ. 4FeCr2O4 plus 8Na2CO3 plus 7O2 gives 8Na2CrO4. ഈ CrO4 എന്ന് പറയുന്നത് ക്രോമേറ്റ് ആണ്. CrO4 എന്ന് പറയുന്നത് ക്രോമേറ്റ്, MATE. CrO4 എന്ന് പറയുന്നത് ക്രോമേറ്റ് ആണ്. Cr2O4 എന്ന് പറയുന്നത് ക്രോമൈറ്റ്. നമുക്ക് ആദ്യമേ Cr2O4 സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെയാണ് CrO4ലേക്ക് പോകുന്നത്. അതിനുശേഷമാണ് നമ്മൾ Cr2O7 പോകുന്നത്. Cr2O7 പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ H+ന്റെ പ്രസൻസിൽ മാത്രമേ CrO4 എന്ന് പറയുന്നത് Cr2O7 ആയിട്ട് മാറത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ CrO4 2- ആണ്. ഇത് കഴിഞ്ഞിട്ട് Cr2O7 2- ആയിട്ട് മാറണമെങ്കിൽ ഇവിടെ നമ്മൾക്ക് ആസിഡ് യൂസ് ചെയ്യണം. അപ്പൊ 4FeCr2O4 plus 8Na2CO3 plus 7O2 ഈ റിയാക്ഷൻസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ ദി സ്ട്രക്ചർ ഓഫ് ഡൈക്രോമേറ്റ് അയോൺ. ഡൈക്രോമേറ്റ് അയോണിന്റെ സ്ട്രക്ചർ ഇതാണ്. അതുപോലെ തന്നെ വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ക്രോമേറ്റ് അയോൺ? CrO4 2- സ്ട്രക്ചർ എന്നായിരുന്നു? അത് ടെട്രാഹിഡ്രൽ സ്ട്രക്ചർ ആണ്. ടെട്രാഹിഡ്രൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മളൊരു Cr എഴുതുക, മുകളിലേക്ക് നമ്മുടെ ടെട്രാഹിഡ്രൽ അതായത് CH4 എഴുതുന്ന പോലെ തന്നെ 4 ഓക്സിജൻ ആയിട്ട് എഴുതുക. ഇനി 2- ഓക്കെ. ഇനി അടുത്തത് പ്രോപ്പർട്ടീസ്, അതിന്റെ ഓക്സിഡൈസിങ് ഏജന്റ് Cr2O7. ഇത് ബൈ ഹാർട്ട് ചെയ്യണം. ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് Cr2O7 2- plus 14H+ plus 6 electron gives 2Cr3 plus 7H2. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസ്, അതായത് അയഡൈഡ് ടു അയഡിൻ, സൾഫൈഡ് ടു സൾഫർ, സ്ഥാനസ് ടു സ്റ്റാനിക് എന്നൊക്കെ പറയുന്നത്, സ്ഥാനസ് ടു സ്റ്റാനിക്, ഫെറസ് ടു ഫെറിക് ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു
ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ അസിഡിക് മീഡിയം എന്ന് പറയുന്നത് 14H+, അതും പഠിക്കണം. ഓക്കെ, അടുത്തത് ലാന്തനോയിഡ് കൺട്രാക്ഷൻ ആണ്. മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ലാന്തനോയിഡ് കൺട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് എ സ്റ്റഡി ഡിക്രീസ് ഇൻ ദ സൈസ് ഓഫ് ദ ലാന്തനോയിഡ്സ്. ലാന്തനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ലന്താനത്തിന് ശേഷം വരുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ലാന്തനോയിഡ്സ്. അപ്പൊ അവിടെ സ്റ്റഡി ഡിക്രീസ് ഇൻ ദ സൈസ് ഓഫ് ലാന്തനോയിഡ്സ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ ഇസ് നോൺ ആസ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ. അറ്റോമിക് നമ്പർ കൂടുന്നു പക്ഷെ സൈസ് കുറയുന്നു. അറ്റോമിക് നമ്പർ കൂടുന്നു, സൈസ് കുറയുന്നു. സ്റ്റഡി ഡിക്രീസ് ഇൻ ദ സൈസ് ഓഫ് ലാന്തനോയിഡ്സ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ, അതിനെ പറയുന്ന പോലെ ലാന്തനോയിഡ് കൺട്രാക്ഷന്റെ കോൺസിക്വൻസും ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം ഇത്തവണയും. ലീഡ്സ് ടു സിമിലർ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എമംഗ് ലാന്തനോയിഡ്സ്. ലാന്തനോയിഡ്സിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി സിമിലാരിറ്റി ഉണ്ടാവാൻ കാരണം ഈ ലാന്തനോയിഡ് കൺട്രാക്ഷൻ ആണ്. പിന്നെ ഹാഫ്നിയത്തിലും ഒരേ പ്രോപ്പർട്ടി വരുന്നു ഡ്യൂ ടു സിമിലർ അറ്റോമിക് റേഡിയേ. സിമിലർ അറ്റോമിക് റേഡിയേ ലാന്തനോയിഡ് കൺട്രാക്ഷൻ മൂലം സിമിലർ അറ്റോമിക് റേഡിയേ വരുന്നു. സോ സിർക്കോണിയത്തിനും ഹാഫ്നിയത്തിനും, സിർക്കോണിയം ഹാഫ്നിയം എവിടെയാ വരുന്നതെന്ന് അറിയാവോ? ലന്താനം എന്ന് പറയുന്നത് 57 ആണ്, 57 ആണ്. 57 കഴിഞ്ഞിട്ട് പിന്നെ താഴെ നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ താഴെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ആ ലന്താനം കഴിഞ്ഞിട്ട് നമ്മൾ ഡി ബ്ലോക്കിലേക്ക് വരുമ്പോൾ വരുന്നതാണ് സിർക്കോണിയം ഹാഫ്നിയം ഒക്കെ. അവർക്ക് അതിപ്പോ സെയിം പ്രോപ്പർട്ടി സിമിലർ അറ്റോമിക് റേഡിയേ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ഓക്കെ, അടുത്തത് കെമിക്കൽ സെപ്പറേഷൻ ഓഫ് ലാന്തനോയിഡ്സ് ബിക്കം ഡിഫിക്കൽട്ട്. സെപ്പറേഷൻ ഡിഫിക്കൽട്ട് ആണ് കാരണവും ഈ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ഇവിടെ ഇട്രിയത്തിന് ശേഷം വരുന്ന ആളാണ് സിർക്കോണിയം. ഇട്രിയത്തിന് ശേഷം, അതായത് നമുക്ക് ഇത് 3D സീരീസ് ആണെങ്കിൽ ഇത് 4D സീരീസിൽ ഇട്രിയത്തിന് ശേഷം വരുന്ന ആളാണ് സിർക്കോണിയം. 5D സീരീസിനാണ് നമുക്ക് ലന്താനം കഴിഞ്ഞ് ഹാഫ്നിയം കഴിഞ്ഞ് ടെൻഡാലമൊക്കെ കിടക്കുന്നത്. പക്ഷെ ലാന്താനം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പാണ് നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത്. ഈ എഫ് ബ്ലോക്ക് എലമെന്റ്സിനാണ് ഈ പറയുന്ന ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഉള്ളത്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും? അറ്റോമിക് നമ്പർ കൂടും പക്ഷെ സൈസ് കൂടത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ സിർക്കോണിയത്തിനും ഈ ഹാഫ്നിയത്തിനും നമുക്കറിയാം താഴത്തേക്ക് പോകുന്ന അറ്റോമിക് റേഡിയേ കൂടും. പക്ഷെ ഈ സിർക്കോണിയത്തിനും ഹാഫ്നിയത്തിനും ഓൾമോസ്റ്റ് സിമിലർ അറ്റോമിക് റേഡിയേ ആണ്. കാരണം എന്താ? ഡ്യൂ ടു ദിസ് ലാന്തനോയിഡ് കൺട്രാക്ഷൻ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. ലാന്തനോയിഡ്സ് ആക്ടിനോയിഡ്സിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ ലാന്തനത്തിന്റെ Li3+, Lu3+, ലന്താനം ടു ലുട്ടീഷ്യം, they have 4f0 and 4f14 electronic configuration and they are diamagnetic. അതായത് അൺപെയ്ഡ് ഇലക്ട്രോൺ ഇല്ലാത്ത കേസിൽ അത് ഡയമagnetic ആണ്. ആൻഡ് all other trivalent lanthanoid ions are paramagnetic due to the presence of unpaired electron. Unpaired electron ഉള്ളത് കൊണ്ട് തന്നെ La3+ഉം Lu3+ ഒഴിവാക്കി ബാക്കി എല്ലാം which is in +3 oxidation state, ഈ ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും കാണിക്കുന്ന ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. +3 ലാന്തനം 3+ഉം ലുട്ടീഷ്യം 3+ ഒഴിവാക്കി ബാക്കിയെല്ലാം പാരാമാഗ്നറ്റിക് ആണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. സിമിലർലി ആക്ടിനോയിഡ് അയോൺസും പാരാമാഗ്നറ്റിക് ആണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. ഇതിന് ഇവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. ലാന്തനോയിഡ്സ് ആണെങ്കിൽ ആ 4f ഓർബിറ്റൽ ആയിരിക്കും ഫില്ല് ചെയ്യുന്നത്. ആക്ടിനോയിഡ്സ് ആണെങ്കിൽ ലാന്തനോയിഡ്സിന് ശേഷം വരുന്നത് താഴത്തേക്കാണ്. ഇപ്പൊ 5f ഓർബിറ്റൽ ആയിരിക്കും ഫില്ല് ചെയ്യുന്നത്. +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് മോസ്റ്റ് കോമൺ. ഇവിടെയും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് മോസ്റ്റ് കോമൺ. പക്ഷേ ഇവിടെ ലാന്തനോയിഡ്സിൽ +2ഉം +4ഉം കാണിക്കും. പക്ഷെ ഇവിടെ എക്സിബിറ്റ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ആരാണ്? ആക്ടിനോയിഡ്സ് ആണ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഇനി ആക്ടിനോയിഡ്സ് എല്ലാം തന്നെ റേഡിയോ ആക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റഡി ഒന്നും നടന്നിട്ടില്ല. റേഡിയോ ആക്റ്റീവ് ആണ്. സ്ട്രോങ് ടെൻഡൻസി ഓഫ് കോംപ്ലക്സ് ഫോർമേഷൻ സ്ട്രോങ് ടെൻഡൻസി ആണ്. കാരണം എന്താ? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പിന്നെ മോർ റിയാക്റ്റീവ് ആണ് ലാന്തനോയിഡ്സിനെക്കാട്ടിലും ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. ഇനി ലെസ് ടെൻഡൻസി ഓഫ് കോംപ്ലക്സ് ഫോർമേഷൻ, ആകെ ഇവർ +3ഉം +2ഉം +4ഉം മാത്രമേ കാണിക്കുന്നുള്ളൂ. പ്രൊമീത്തിയം ഒഴിവാക്കി ബാക്കിയുള്ളതെല്ലാം നോൺ റേഡിയോ ആക്റ്റീവ്. അപ്പൊ പ്രൊമീത്തിയം ആണ് ലാന്തനോയിഡ്സിൽ ഒരു റേഡിയോ ആക്റ്റീവ് എന്ന് പറയുന്നത്. കെമിക്കലി ലെസ് റിയാക്റ്റീവ് ദാൻ ആക്ടിനോയിഡ്സ്. ആക്ടിനോയിഡ്സിനെക്കാട്ടിലും ലെസ് റിയാക്റ്റീവ് ആയിരിക്കും. പിന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞേക്കുന്നത്. എ ലിസ്റ്റ് ഓഫ് ലാന്തനോയിഡ് അയൺസ് ആർ ഗിവൻ. La3+, Fe4+, Yb2+, Lu3+. അറ്റോമിക് നമ്പേഴ്സ് എല്ലാത്തിനെയും തന്നിട്ടുണ്ട്. 57, 58, 70, 71 എന്നുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഗീവ് ദ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇൻ ഈച്ച് അയൺ. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് അൺപെയ്ഡ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കണം. La3+ല് 4f0 ആണ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ La3+ലും Lu3+ലും അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് ഇവർ രണ്ടുപേരും ഡയമagnetic ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ അൺപെയ്ഡ് ഇലക്ട്രോൺ 0 ആയതുകൊണ്ട് വാലൻഷ്യൽ ഇലക്ട്രോണിക് അത് അൺപെയ്ഡ്
ഇലക്ട്രോൺ 0 ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഡയമagnetic ആയിരിക്കും. ഇനി Ce4+ എന്ന് പറയുന്നത് 4f0 ആണ്, അതും 0 ആയിരിക്കും. Yb2+ എന്ന് പറയുന്നത് 4f14 ആണ്, അവിടെ അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ല, 0 ആണ്. Lu3+ എന്ന് പറയുന്നത് 4f14 ആണ്, അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. അപ്പൊ നിങ്ങൾ ഇത് ഇത്രയും ഒന്ന് പഠിക്കുക വയ്ക്കുക. La3+, Lu3+, Ce4+, Yb2+, ഇവിടെയെല്ലാം അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല, ദേ ആർ ഡയമagnetic ഇൻ നേച്ചർ. ഇനി ഇവിടുത്തെ എല്ലാം ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൂടെ ഒന്ന് നോക്കി വെക്കുക. ഇനി അടുത്തത് ഇവിടെ എല്ലാം ഈ തന്നിരിക്കുന്ന എല്ലാം ഡയമagnetic ആണ്, സിൻസ് ദേ contains only paired electrons. പിന്നെ ഇവരെല്ലാം കളർലെസ് ആണ്, സിൻസ് ദേ ഡു നോട്ട് കണ്ടെയ്ൻ എനി പാർഷ്യലി പെയ്ഡ് ഡി ഓർബിറ്റൽസ് അല്ലെങ്കിൽ എഫ് ഓർബിറ്റൽ. എഫ് ട്രാൻസിഷനോ ഡി ട്രാൻസിഷനോ ഒന്നും ഇല്ല. ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ട് ഇവർ കളേഴ്സ് ഒന്നും കാണിക്കത്തില്ല. പിന്നെ വരുന്നതാണ് നമ്മുടെ ഡെഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഇഫ് ഇൻ കേസ് നമുക്ക് വന്നാലോ, ഇവിടെ ഇവർ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ അയൺ ആൻഡ് സ്റ്റീൽസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അയണും സ്റ്റീലുമാണ്. Alloys of D and F block elements are used in various fields. നമ്മുടെ കോപ്പർ, ബ്രാസ്, ബ്രോൺസ്, അപ്പോൾ കോപ്പർ, സിൽവർ, ഗോൾഡ് ആൻഡ് സം അലോയ്സ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് കോയിൻസ്, കോയിനേജ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ടൈറ്റാനിയം ഓക്സൈഡ് ഈസ് യൂസ്ഡ് ഇൻ പിഗ്മെന്റ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. സിങ്ക്, നിക്കൽ, കാഡ്മിയം, മാംഗനീസ്, ഡയോക്സൈഡ് എക്സെട്ര ആർ മേക്കിംഗ് ബാറ്ററീസ് യൂസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഓൾറെഡി സെല്ല് പഠിച്ചായിരുന്നു. സെല്ല് പഠിച്ചപ്പോൾ അതിനകത്ത് സിങ്കിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ പഠിച്ചായിരുന്നു. അവിടെ നിക്കൽ, കാഡ്മിയം, ബാറ്ററിയുടെ കാര്യം. പിന്നെ MnO2 യൂസ് ചെയ്യുന്നത്, പേസ്റ്റ് ഓഫ് MnO2 ഉപയോഗിക്കുന്നത് ട്രൈ സെല്ലൊക്കെ, അതൊക്കെ മെർക്കുറി സെല്ലൊക്കെ അതിനൊക്കെ കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ കോമ്പൗണ്ട്സ് ഓഫ് AG ആർ യൂസ്ഡ് ഇൻ ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫിയിൽ AgBr ആണ് ഉപയോഗിക്കുന്നത്. സോ കോമ്പൗണ്ട്സ് ഓഫ് AG ഈസ് യൂസ്ഡ് ഇൻ ഫോട്ടോഗ്രാഫി. ഓക്കെ, അപ്പം നമ്മൾ D&F ബ്ലോക്ക് എലമെന്റ്സ് ഒരുവിധം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ D&F ബ്ലോക്ക് എലമെന്റ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇത്രയുമെങ്കിലും മിനിമം യു ഹൗ ടു സ്റ്റഡി ആൻഡ് ഗോ. ഓക്കെ, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഓക്കെ, ഇനി അവിടുന്ന് KMnO4 വരുന്നുണ്ട്. KMnO4 സ്റ്റാർട്ട് ചെയ്യുന്ന മെറ്റീരിയൽ MnO2 എന്ന് പറയുന്ന പൈറോലിസൈറ്റ് ആണ്. D&F ബ്ലോക്ക് എലമെന്റ്സ് ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഇത് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നാളെ നമ്മളുടെ എക്സാം ആണ്. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ഇനി ടൈം കളയാതെ മാക്സിമം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കോർഡിനേഷൻ കെമിസ്ട്രിയുടെ വീഡിയോയിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിലും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക കൂട്ടുകാർക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്.